ചാലെ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ ഞണ്ട് റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞണ്ട് റോസ്റ്റിന് വേണ്ടിയുള്ള ഞണ്ട് ആദ്യം വൃത്തിയാക്കിയെടുക്കാം. ആദ്യമായി ഞണ്ടിൻ്റെ പുറന്തോടാണ് ഇളക്കി മാറ്റേണ്ടത്. ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു പോർഷനും ഇളക്കി മാറ്റണം. സ്പോഞ്ച് പോലുള്ള ഈ ഒരു പാർട്ടും ഞണ്ടിനകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്തു മാറ്റാം. നല്ല ഫ്രഷ് ഞണ്ടാണെങ്കിൽ തോട് പൊട്ടിച്ചെടുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഞണ്ട് കറിയോ തോരനോ വെക്കുമ്പോൾ ചെറിയ കാല് ചേർക്കാറില്ല. അതിൻ്റെ വലിയ 2 കാലും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഞാനിന്ന് മുഴുവനായിട്ട് എല്ലാ കാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിപ്പമുള്ള ഞണ്ടായതുകൊണ്ടാണ് ഞാൻ ചെറിയ കാലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഞണ്ടിൻ്റെ പുറന്തോടും വേസ്റ്റും എല്ലാം കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കാലുകളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഈ ഞണ്ട് കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ടാണ് ചെറിയ കാല് കളയാത്തത്. ഞാൻ ഇതിലൊന്ന് അടർത്തി മാറ്റിയിട്ടുമില്ല, മുഴുവനോടെയാണ് ചേർത്ത് കൊടുക്കുന്നതും. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത 2 പച്ചമുളകിട്ട് വാടി വരുമ്പോൾ മീഡിയം സൈസുള്ള 2 സവാളയും 20 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും അല്പം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് വലിപ്പമുള്ള ഒരു ടൊമാറ്റോയും ആവശ്യമുണ്ട്. മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. നന്നായി വെന്തതിന് ശേഷം 1 ടൊമാറ്റോ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച മസാലപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടികളുടെ പച്ചമണം മാറി നന്നായി വഴണ്ട് വന്നാൽ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. മസാലയും ഞണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞണ്ട് മുഴുവനോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ കഷ്ണങ്ങളായിരുന്നെങ്കിൽ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാമായിരുന്നു. മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം.
അരമുറി തേങ്ങ ചിരകി പിഴിഞ്ഞെടുത്തതാണ് ഈ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ. ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞണ്ടിന് ആവശ്യമായ ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഞണ്ട് നന്നായി തിളച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലും ഉപ്പും മസാലയും എല്ലാം ഞണ്ടിൽ പിടിച്ച് നന്നായി വറ്റി വരണം. ഞണ്ട് മുഴുവനായി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കണം. എങ്കിലേ മസാലയെല്ലാം ഞണ്ടിൽ നന്നായി പിടിച്ചു വരൂ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഞണ്ട് റോസ്റ്റ് പോലെ തന്നെ ഞണ്ടിൻ്റെ തോരനായിരുന്നാലും കറിയായിരുന്നാലും ഫ്രൈ ആയിരുന്നാലും നല്ല ടേസ്റ്റാണ്. ഞണ്ട് തോരൻ്റെ റെസിപ്പിയും മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കുറച്ചുകൂടി ഗ്രേവി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.